പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബറാക്ക എസ്റ്റേറ്റിലാണ്, ഇടുക്കി ജില്ലയിൽ. നമ്മളോടൊപ്പം അബ്രഹാം ചാക്കോ സാറുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കും നമ്മൾ പ്രകൃതി കൃഷി ഊന്നിയാണ് പറയുന്നത്. പ്രകൃതി കൃഷി എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലായി കാണും. ഇത്രത്തോളം ഒരു 10-13 എപ്പിസോഡ് തുടർച്ചയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തുടർച്ചയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ബേസിക് തൊട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയും നമ്മൾ ഓരോ സങ്കീർണമായിട്ടുള്ള ലെവലിലേക്ക് പോവുകയാണ്, ഓരോ പഠന രീതിയിൽ എന്ന രീതിയിലേക്ക്. അപ്പോൾ നമുക്ക് മെച്ചപ്പെടുത്തണം ഓരോ കാര്യങ്ങൾ. ഇന്നും നമ്മൾ സാറിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു മറ്റുള്ള ഓരോ ടോപ്പിക്കായിട്ട്. കഴിഞ്ഞ തവണയും ജീവാമൃതത്തെ പറ്റിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് റിവ്യൂസ് അതുപോലെ തന്നെ സംശയങ്ങൾ വന്നു. അതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയാണ് വീണ്ടും വരുന്നത്. പിന്നെ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നൈട്രജൻ്റെ കാര്യമാണ്, അതുപോലെ തന്നെ മറ്റ് മൂലകങ്ങളുടെ. അപ്പോൾ സാർ നമ്മളോടൊപ്പം ഉണ്ട്, നമുക്ക് ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇന്ന് നമുക്ക് അറിയാനുള്ളത്, ഇപ്പോൾ ഈ കർഷകരുടെ സംശയം വന്നതിൽ നിന്നും എല്ലാം കൂടെ ഒന്ന് ഓടിച്ച് ബാധിച്ചിട്ട് അതിൻ്റെ ഒരു സമ്മറിയാണ് സാറിനോട് ചോദിക്കുന്നത്. പ്രീവിയസ് എപ്പിസോഡുകളിൽ ഏതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൃത്രിമമായിട്ട് NPK വളങ്ങൾ അല്ലെങ്കിൽ നൈട്രജൻ ഇങ്ങനെ നമ്മൾ മണ്ണിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിപ്പോൾ ജൈവവളമായിട്ടോ രാസവളമായിട്ടോ എങ്ങനെയോ ആവാം, അതിനെപ്പറ്റി നമ്മൾ പ്രതിപാദിക്കുന്നില്ല. നമ്മൾ കൃത്രിമമായി മണ്ണിലേക്ക് കൊടുക്കുന്നു, അത് അന്തരീക്ഷത്തിലേക്ക് തിരികെ പോകുന്നു ഓക്സിഡൈസ് ആയിട്ടോ ആ പ്രക്രിയ വെച്ചിട്ട്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് മണ്ണിൽ നൈട്രജൻ നിലനിർത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ NPK എന്ന് പറഞ്ഞ ഈ നൈട്രജൻ, പൊട്ടാഷ്, ഫോസ്ഫറസ് ഇങ്ങനെയുള്ള വളങ്ങൾ മണ്ണിൽ നിലനിർത്തുകയും വേണം. അപ്പോൾ എങ്ങനെയാണ് ഈ കൃത്രിമ രീതി അവലംബിക്കാതെ മണ്ണിൽ ഇങ്ങനെ നിലനിർത്താൻ സാധിക്കുക? അത് ജീവാമൃതം അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ട ഇതാണ്, വനത്തിലെ ഒരു ചെടിക്ക് നൈട്രജൻ്റെ അഭാവമില്ല. നൈട്രജൻ എവിടെ നിലനിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, വായുവിൽ നിലനിൽക്കുന്നത്. വായുവിലുള്ള നൈട്രജന് ചെടികൾ ലഭ്യമാക്കി കൊടുക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ അഭാവമാണ് നൈട്രജൻ എവിടെയെങ്കിലും കുറവ് വന്നിട്ട്. മണ്ണിൽ നൈട്രജൻ കുറവ് ഏതെങ്കിലും ടെസ്റ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നൈട്രജൻ വായുവിൻ്റെ 78% നമ്മൾ ശ്വസിക്കുന്നതിന് നൈട്രജനാണെന്ന് വിചാരിക്കുക. ആ 78% നൈട്രജൻ വായുവിലുള്ളതിനെ ചെടികൾക്ക് എങ്ങനെ ലഭ്യമാകുന്നു എന്നുള്ള ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ലഭ്യമാക്കുന്നത് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം അതിനകത്തൊരു മുഖ്യ ഘടകമാണ്. ഒരു നൈട്രജൻ മണ്ണിലേക്ക് വരുന്ന ഒരു 3 വഴിയിൽ കൂടിയാണ്. ഒന്ന്, ഇടിവെട്ടി മഴ പെയ്യുമ്പോഴത്തേക്ക് ഒരു 25% നൈട്രജൻ ഭൂമിയിലേക്ക് വരുന്നു. ഒരു 25% ജൈവപിണ്ഡം അഴുകുമ്പോൾ, അതായത് ഒരു ഇല അഴുകുമ്പോൾ, ഇലയുടെ സ്ട്രക്ചറൽ ഫ്രെയിമാണെന്ന് പണ്ട് ഞാൻ പറഞ്ഞത്, നൈട്രജൻ അതിനകത്തുണ്ട്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ പോലും നൈട്രജൻ ഉണ്ട്. അപ്പം ജൈവപിണ്ഡം അഴുകുമ്പോൾ ഒരു 25% നൈട്രജൻ ലഭ്യമാകുന്നു. ബാക്കിയുള്ള 50% ഈ അറ്റ്മോസ്ഫിയറിക് ഫിക്സേഷനിൽ കൂടെ, ഈ വായുവിൽ നിന്നുള്ള ബയോളജിക്കൽ ഫിക്സേഷനിൽ കൂടെയാണ് സൂക്ഷ്മജീവികൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സൂക്ഷ്മജീവികൾ എന്ന് പറയുമ്പോഴത്തേക്ക് സിംബയോട്ടിക് സഹവർത്തിത്വ സ്വഭാവമുള്ള സൂക്ഷ്മജീവികളുണ്ട്, സഹവർത്തിത്വ സ്വഭാവമില്ലാത്ത ഫ്രീ ലിവിങ് ആയിട്ടുള്ള സൂക്ഷ്മജീവികൾ. അങ്ങനെ 2 തരം സൂക്ഷ്മജീവികളാണ്. നമ്മളുടെ സയൻസ് കൂടുതലും ഫോക്കസ് ചെയ്തത് ഈ സഹവർത്തിത്വ സ്വഭാവമുള്ള അല്ലെ സിംബയോട്ടിക് ബാക്ടീരിയകളെ, അതായത് നമ്മുടെ പയർവർഗ്ഗ ചെടികൾ വെച്ചാലാണ് അതിൻ്റെ മൂല അർബുദങ്ങളിൽ ഈ സൂക്ഷ്മജീവികൾക്ക് വളരെ അപ്പം അതിനൊരു പയർചെടി അവിടെ വേണം. പയർചെടി ഒന്നും ഇല്ലെങ്കിൽ പോലും ഫ്രീ ലിവിങ് ആയിട്ടുള്ള സൂക്ഷ്മജീവികൾ, ഇവരെല്ലാവരും കൂടെ നമുക്ക് വേണ്ട നൈട്രജൻ മണ്ണിലേക്ക് ചെടികൾക്ക് വേണ്ടത് കൊടുക്കും. അപ്പോൾ നമ്മൾ നൈട്രജൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, മണ്ണിൽ ആവശ്യമുള്ള നൈട്രജൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ആ സംവിധാനമെല്ലാം പ്രവർത്തനം നിർത്തും. കാരണം മണ്ണിൽ നൈട്രജൻ ആവശ്യമില്ലാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ഒരു മസിൽ പ്രവർത്തിക്കാതിരുന്നാൽ മസിൽ ഇല്ലാതായി പോകുമെന്ന് പറഞ്ഞ പോലെ തന്നെ ആ നൈട്രജൻ ഇട്ട് കൊടുക്കുമ്പോഴാണ് നൈട്രജൻ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുള്ളത്. അല്ലാതെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ, അതായത് 3/4 നൈട്രജനാണ്. അത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന സംവിധാനമാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. നമ്മളതിൻ്റെ ഒരു ഉത്തരം തന്നെ വനത്തിലോട്ട് നോക്കിയാൽ മതി. അവിടെ നൈട്രജൻ്റെ എവിടെയെങ്കിലും കുറവുണ്ട്, അവിടെ ആരും നൈട്രജൻ ഇട്ട് കൊടുത്തിട്ടില്ലോ, ജൈവവളമായിട്ടോ രാസവളമായിട്ടോ ഇട്ട് കൊടുത്തിട്ടില്ലോ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നൈട്രജൻ ലഭ്യമാകുന്ന ഒരു സാഹചര്യം പ്രകൃതിയിലുണ്ട്. ആ സംവിധാനം എന്താണെന്നും ആ സംവിധാനത്തിനെ നമ്മൾ എങ്ങനെ പരിപോഷിപ്പിക്കണം അല്ലെ എങ്ങനെ നശിപ്പിക്കാതിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നു, നമ്മൾ നാടൻ പശുവിൻ്റെ ചാണകം എടുത്തെടുത്ത് പറഞ്ഞിരുന്നു, പക്ഷേ അദ്ദേഹം ചോദിച്ചത് എരുമച്ചാണകം കൊണ്ട് ജീവാമൃതം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അതും സാധാരണ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. എരുമയുടെ ചാണകത്തിൽ പശുവിൻ്റെ ദഹനാവസ്ഥയിൽ അത്രയും സൂക്ഷ്മജീവികളില്ല. അതായത് 30 മുതൽ 50 കോടി സൂക്ഷ്മജീവികൾ പശുവിൻ്റെ നാടൻ പശുവിൻ്റെ ചാണകത്തിലുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എരുമയുടെ ചാണകത്തിൽ അതിലൊക്കെ വളരെ കുറവായിരിക്കും. എന്നാൽ തീർച്ചയായിട്ടും ജേഴ്സി പശുക്കളുടെ ചാണകത്തേക്കാൾ കൂടുതൽ സൂക്ഷ്മജീവികൾ അതിനകത്തുണ്ട്. അപ്പോൾ ഒരു സുഭാഷ് പലേക്കർ പറയുന്നത് ഒരു 20% വരെ എരുമയുടെ ചാണകം ഉപയോഗിച്ചാൽ കുഴപ്പമില്ല.
എന്നാൽ പുള്ളി നിർബന്ധമായിട്ട് പറയുന്നത് ജേഴ്സി പശുക്കളുടെ ചാണകം ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കാരണം അതിനകത്ത് രോഗാണുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എരുമയ്ക്കും അങ്ങനെ അധികം രോഗം വരുന്ന സാധനമല്ല. അപ്പോൾ അതിനകത്തോട്ട് രോഗാണുവിനെ കിട്ടത്തില്ല. പക്ഷേ നാടൻ പശുവിൻ്റെ ചാണകത്തിലുള്ള അത്രയും സൂക്ഷ്മജീവികൾ എരുമയുടെ ചാണകത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു 20% വരെ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്നാണ് സുഭാഷ് പലേക്കർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കർഷകൻ ചോദിച്ചിട്ടുണ്ട്, ഒരു കർഷക സുഹൃത്ത്, അദ്ദേഹം 10 വർഷമായിട്ട് ജൈവ കൃഷി ചെയ്തു, പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം രാസവളം ജൈവ വളം കൊണ്ട് ചേർത്തിട്ട് അദ്ദേഹം കൃഷി ചെയ്തപ്പോൾ വീണ്ടും ഈൽഡ് വർദ്ധിച്ചു എന്ന് പറഞ്ഞു. ഈ പരാജയപ്പെട്ടു പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അതേ പാതയിൽ തന്നെയാണല്ലോ സാറും വന്നത്. സാറ് രാസവള കൃഷി ചെയ്തു, പരാജയപ്പെട്ടു, ജൈവ കൃഷി ചെയ്തു, പരാജയപ്പെട്ടു. അതിനുശേഷം പ്രകൃതി കൃഷിയിലോട്ട് വന്നപ്പോഴാണൊന്ന് സക്സസ് ആയി വരുന്നത്. എന്തായിരിക്കും ഇതുപോലെ ഒരുപാട് കർഷകരും ഈ ജൈവ കൃഷിയിലൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. കുറേ പേരിങ്ങനെ ഈ ഒരു കൃഷി രീതിയിലേക്ക് വരാൻ വിമുഖത കാണിക്കുന്നുണ്ട്. ഇപ്പം ഈ സാറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്താണ് അവർക്ക് ഇങ്ങനെ ഒരു ജൈവ കൃഷിയിലൂടെ അവലംബിച്ചിട്ട് പരാജയപ്പെട്ടു പോകാൻ കാരണമെന്ന് സാറിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ സാറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്തായിരിക്കും അത് കാരണം? അതൊരു നീണ്ട ഉത്തരവാണ് വേണ്ടി വരുന്നത്. അപ്പം ഇത് അത്രയും പറയാനുള്ള സമയം കാണുകയില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പ്രകൃതി കൃഷിയെ നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു അത്ര എളുപ്പമല്ല. പ്രകൃതി എങ്ങനെ, അതായത് നമുക്ക് നമ്മുടെ മുന്നിൽ കാണാം. വനത്തിൽ ഒരു മൂലകത്തിനും മണ്ണിൽ കുഴപ്പമില്ല. വനത്തിലെ മണ്ണെന്ന് പറഞ്ഞാൽ വളരെ ആരോഗ്യമുള്ളൊരു മണ്ണാണ്. അത് സാധ്യമാകുന്നത് പ്രകൃതി കൃഷിയിലൂടെയാണ്, പ്രകൃതിയിലെ സംവിധാനങ്ങളിൽ കൂടെയാണ്. അപ്പോൾ പ്രകൃതിയിലെ സംവിധാനങ്ങൾ എന്താണെന്ന്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള അറിവാണ് ആ കർഷകന് കിട്ടാതെ പോയത്. അല്ലെങ്കിൽ എനിക്കത് പരാജയപ്പെട്ടതും ആ സമയത്ത് എനിക്ക് അറിവില്ലായിരുന്നു. പ്രകൃതി എങ്ങനെയാണ് ഈ നൈട്രജൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പൊട്ടാഷ് ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കീടങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെയുള്ള അറിവ് എനിക്കില്ലായിരുന്ന ഒരു സമയത്താണ് ജൈവ കൃഷി ഞാൻ ചെയ്തപ്പോഴും പരാജയപ്പെട്ടത്. നൈട്രജൻ ഓഫ് കോഴ്സ് അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. രാസകൃഷി ചെയ്തപ്പോഴും കാർബണിൻ്റെ അഭാവം മണ്ണിലുണ്ടായതിൻ്റെയൊക്കെ കാരണങ്ങൾ നമ്മൾ നേരത്തെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പ്രകൃതി എങ്ങനെ അതിൻ്റെ ചെടികളെ വനത്തിൽ പോറ്റുന്നു എന്നുള്ള അറിവാണ് നമുക്ക് ഈ കൃഷി നഷ്ടമാകുന്നത്. ജൈവകൃഷിയിലോട്ട് മാറി എൻ്റെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അതെങ്ങനെയാണ് പ്രകൃതിയിലെ മൂലകങ്ങളെല്ലാം ലഭ്യമാക്കി കൊടുക്കുന്നത്, പ്രകൃതി എങ്ങനെയാണ് ലഭ്യമാക്കി കൊടുക്കുന്നത് എന്നുള്ള അറിവ് നമുക്കുണ്ടാകണം. അത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാലും സംശയങ്ങൾ വരാം, സംശയങ്ങൾ ചോദിക്കുന്നതിനകത്ത് എങ്കിലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഒരു ഫുൾ എപ്പിസോഡ് ആക്കാവുന്ന ഒരു കാര്യം. എന്നാന്ന് പറഞ്ഞാൽ നൈട്രജൻ എങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു, പൊട്ടാഷ് എങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു, ഇത് നമ്മൾ വേണമെങ്കിൽ വിശദമായിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരും. അതെ, ഇനിയിപ്പോൾ ഇത് ഈ വീഡിയോ കാണുമ്പോൾ ഏതെങ്കിലും കർഷകർ സുഹൃത്തുക്കൾ ഇനിയും ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കമൻ്റായിട്ട് സംശയം ചോദിക്കുക. നമുക്കത് സ്പെഷ്യലായിട്ടൊരു എപ്പിസോഡ് തീർച്ചയായും അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട്. ഇപ്പോൾ ഒരു വരിയിൽ നിങ്ങൾ കമൻറ്റ് ഒതുക്കണമെന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെ സംശയമുണ്ടോ അത് ഒരു പാരഗ്രാഫായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. അത് നിങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങളുടെ സംശയം എന്താണോ അത് തീർത്തു തരും. ഇനി ഒരു സംശയം കൂടെ ചോദിക്കാം. WDC അവരൊരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതല്ലേ WDC, സ്യൂഡോമോണസ്, ട്രൈക്കോഡർമ, ബാസിലോമൈസിസ്, ഇങ്ങനെ ഒരുപാട് സൂക്ഷ്മ ജീവികളെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുപയോഗിക്കും, അതിൻ്റെ ഒപ്പം തന്നെ ജീവാമൃതം ഉപയോഗിക്കാമോ എന്ന് ഒരാൾ നമ്മുടെ കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം WDC വേസ്റ്റ് ഡീകമ്പോസർ എന്ന് പറയുന്നത് അത് ഗോ ആധാരിത കൃഷി എന്ന് തന്നെ അവർ തന്നെ പറയുന്നുണ്ട്. ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതായത് പശുവിൻ്റെ ചാണകത്തിൽ നിന്ന് അവർ വേർതിരിച്ചെടുത്തേക്കുന്നതാണ് WDC. അതായത് പശുവിൻ്റെ ചാണകത്തിലുള്ള 30 മുതൽ 50 കോടി സൂക്ഷ്മജീവികളുടെ ജാതികൾക്കകത്ത് നിന്ന് ഒരു 5-6 എടുത്ത് അത് അവർ ഫോക്കസ് ചെയ്തത് ലിഗ്നിൻ എന്ന് പറയുന്ന ഇതിനെ ഡീകമ്പോസ് ചെയ്യാനായിട്ട് ബന്ധപ്പെടുന്ന സൂക്ഷ്മജീവികളെ പ്രത്യേകമായിട്ട് തിരിച്ച് എടുത്താണ് WDC എന്ന് പറയുന്നത്. WDCയുടെ ഒരു 5-10 സൂക്ഷ്മജീവികളെയാണ് അവർ കൾച്ചർ ചെയ്തെങ്കിൽ ചാണകത്തിനകത്ത് കോടികളുണ്ട്. അതും ഓരോ ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. ബാസിഡോമൈസീഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ലാക്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സൂക്ഷ്മജീവി എടുത്ത് നോക്കിയാലും മിക്കവാറും എല്ലാം തന്നെ നാടൻ പശുവിൻ്റെ ചാണകത്തിലുണ്ട്. അപ്പം ഈ നാടൻ പശുവിൻ്റെ അത്രയും നല്ലൊരു സൂക്ഷ്മാണു വളം മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കാൻ സാധ്യമല്ല. ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ അതിനകത്തുനിന്ന് വേണേൽ 1-2 എണ്ണത്തിനൊക്കെ എടുത്ത് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതെല്ലാം ഈ നാടൻ പശു എന്ന് പറഞ്ഞാൽ ഒരു വളത്തിൻ്റെ തന്നെ ഒരു വലിയൊരു ഫാക്ടറി ആണല്ലേ. നാടൻ പശുവിനെ വേണേൽ ഒരു ഫാക്ടറി ആയിട്ട് തന്നെ അത് ഒരിക്കലും മനുഷ്യന് സാധ്യമാകാത്ത ഒരു സൂക്ഷ്മാണു വളം ഉണ്ടാക്കി തരാൻ സാധ്യമാകുന്ന ഒരു ജീവിയാണ് നാടൻ പശു. ഈ നാടൻ പശുവിനെ വളർത്തണമെന്ന് തന്നെ നമ്മൾ പറയുമ്പോൾ തന്നെ ഈ ജേഴ്സി പശുവിന് നല്ല പച്ചപ്പുല്ല് കൊടുത്താൽ ആകുന്ന അതൊക്കെ വെറും അസംബന്ധമായിട്ടുള്ള ഒരു ധാരണയാണെന്നൊക്കെ ഒരു ആൾ പറഞ്ഞു. അതും തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊക്കെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. എന്നാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ
ശാസ്ത്രനാമം മുതൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഒന്നിൻ്റെ പേര് ബോസ് ടോറസും ഒന്നിൻ്റെ പേര് ബോസ് ഇൻഡിക്കസും. ഇത് രണ്ട് വ്യത്യസ്ത ജീവികളാണ്. അതായത് മനുഷ്യനും കുരങ്ങും പോലുള്ള വ്യത്യാസം ഒന്ന് കൂട്ടിക്കും. എന്നാന്ന് പറഞ്ഞാൽ പല പൂച്ചയും പുലിയും തമ്മിൽ, സിംഹവും കടുവായും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. രണ്ടും ഒരു വർഗത്തിൽപ്പെടുന്നതാണ്, പക്ഷെങ്കിൽ സ്പീഷീസ് വേറെ. ഇപ്പം നമ്മൾ ഈ ആഫ്രിക്കക്കാരനാണെങ്കിലും ഇന്ത്യക്കാരനാണെങ്കിലും ചൈനക്കാരനാണെങ്കിലും സായിപ്പാണെങ്കിലും എല്ലാം ഹോമോസേപ്പിയൻ ഒറ്റ ജീവി വർഗമാണ്. അതേസമയം പശുവിൻ്റെ ഇത് വന്നപ്പോഴത്തേക്ക് ഇത് തന്നെ 2 ജീവി വർഗം. നമ്മളത് അടുത്ത ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജേഴ്സി പശുക്കൾ ഉത്ഭവിച്ചത് ടെമ്പറേറ്റ് സോണിലാണ്, തണുപ്പുള്ള രാജ്യത്താണ്. അവിടുത്തെ ചെടികളെയും മരങ്ങളെയും ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം അതിൽ ലിഗ്നിൻ കണ്ടൻറ്റ് വളരെ കുറവാണ്. നമ്മുടെ ഈ കോങ്കോ സിഗ്നൽ എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ഈ നാരുകട്ടി കുറവാണ്. അത് ദഹിപ്പിക്കാനുള്ള ശേഷിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഇവിടുത്തെ നല്ല നാരുകട്ടിയുള്ള പുല്ലുകൾ ദഹിപ്പിക്കാനൊക്കെയുള്ള ശേഷി നാടൻ പശുവിനുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ദഹന വ്യവസ്ഥയിൽ അത്ര സൂക്ഷ്മജീവികൾ അത്ര സ്ട്രോങ് ആണ്. ഒരുപാട് നന്ദി സാർ. ഇത്രയും ഒരു ക്രൂഷ്യലായിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നും ചർച്ച ചെയ്തത്. അത് ഈ സംശയങ്ങൾ കൂടെയാണ്, സംശയങ്ങൾ ഉണ്ടാകുന്നതിന് വലിയ കാര്യമാണ്. അത് ഒരു സംശയം പോലും വിടരുത്. അതിനെ നമ്മളെടുത്ത് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. സംശയം വരുന്നവർക്ക് സംശയം കൂടുതൽ സംശയം ചോദിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കും. അതിനുള്ളൊരു വേദിയാണ് നമ്മൾ പബ്ലിക്കായിട്ട് ഒരുക്കി തന്നിരിക്കുന്നത്. ഈ കൃഷി രീതി ഇവിടെ പ്രചരിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. എൻ്റെ ആവശ്യം മാത്രമല്ല, നിങ്ങളുടെയും ആവശ്യം മാത്രമല്ല, എല്ലാവരുടെയും ആവശ്യമാണ്. ഇവിടുത്തെ ഒരു ഉറുമ്പിൻ്റെ പോലും സന്തോഷമായിരിക്കും ഈ കൃഷി ചെയ്തത്. കാരണം ഇതൊരു അഹിംസയുടെ ഒരു കൃഷിയാണ്. മറ്റേതെല്ലാം തന്നെ ഹിംസയുടെ കൃഷിയാണ്. കൊന്നു കളയാം. അപ്പോൾ ഈ പ്രേക്ഷകരുടെയൊക്കെ വിലയേറിയ കമൻസാണ് ഇപ്പോൾ ഇതുപോലുള്ള നല്ല ടോപ്പിക്കുകൾ ഇപ്പോൾ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ തന്നെയും നിങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്ലാന്റിൻ്റെ ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോരുത്തരും ഇത് അറിഞ്ഞിരുന്നെങ്കിലേ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കത്തുള്ളൂ. അപ്പോൾ അത് കൂടുതലായിട്ടും നിങ്ങൾ ഈ ചെറിയ ടോപ്പിക്കായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കാണുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ഒരു നോട്ടൊക്കെ എഴുതി വെച്ച് പോയിൻ്റ് എഴുതി വെച്ചിട്ട് മറ്റ് കൃഷികളും വീഡിയോകളും കാണുക. എന്നിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾ നോക്കുക നമ്മളെ എത്രത്തോളം സക്സസ് ആവും. കാരണം ഇങ്ങനെ ഒരു കൃഷി പരാജയപ്പെട്ടു പോകുമെന്നാണ് പലരുടെയും വിചാരം. അതുപോലെ നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ സാറിപ്പോൾ സക്സസ് ആയി നിൽക്കുന്നു. ആ രീതിയിലാണ് ഇപ്പം നമ്മളിവിടെ വന്നിങ്ങനെ ഒരു 30 ഏക്കർ സ്ഥലത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഈ ചുറ്റുവട്ടമെല്ലാം നമ്മൾ നിരന്ന് കണ്ടു. എല്ലാം ഓരോ ജൈവ വൈവിധ്യം നിറഞ്ഞിരിക്കുന്നതാണ്. ഓരോ കളകളും എല്ലാം അദ്ദേഹം സംരക്ഷിക്കുന്നു. അങ്ങനെ ചെടിക്ക് വേണ്ട ഒരു ആരോഗ്യ പ്രശ്നമില്ല. ഇപ്പോൾ എന്തായാലും വിളവ് കാണിച്ചത് ഓഫ് സീസണാണെന്ന് എടുത്ത് ഞാൻ പറയുകയാണ്. സീസൺ ആകുമ്പോഴത്തേന് ഇതിലും ഇച്ചിരിയോടെ ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ട. അന്നേരവും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വിലയേറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിലും നല്ലൊരു എപ്പിസോഡൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.